कुंज बिहारी जय राधा माधवा जय कुंज बिहारी जय गोपी जनवल्लभ जय गिरिवरधारी यशोदानंदन ब्रज जनरंजन यशोदानंदन ब्रज जनरंजन यमुना तीरा वनचारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरानिताय जय गौरानिताय जय जय प्रभुपाद जय जय गुरुदेव जय जय गुरुदेव जय गौर हरि बोल हरि बोल हरि बोल जय गौर हरि बोल
कृष्ण बलराम की जय, श्री गौर निताई की जय, जगन्नाथ बलदेव सुभद्रा सुदर्शन की जय, तीर्थ पांच प्रभुपाद की जय, श्रील गुरुदेव की जय। हरे कृष्णा. വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടില്ലാത്ത വീഡിയോ ഇടാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പറയൂ. ഞാൻ കുട്ടികളുടെ ആണെന്ന് അറിഞ്ഞിട്ട് കയറിയതാണ്. കുഴപ്പമില്ല കേട്ടോണ്ട്? ഇല്ല കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കാൻ മതി, അല്ലെങ്കിൽ അല്ലാതെ. ഞാൻ വീഡിയോ ഓൺ ആക്കണില്ല. ഓക്കെ ശരി. ഹരേ കൃഷ്ണ. ആര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓൺ ആക്കാം മാതാജി. ഓക്കെ. നമുക്ക് ഇപ്പൊ ഒരു ലോങ് ബ്രേക്ക് ആയില്ലേ, നമ്മുടെ ക്ലാസ് കുറച്ച് ദിവസം ഇല്ലായിരുന്നല്ലോ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും സ്റ്റോറീസോ എന്തെങ്കിലും പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മള് അതിൽ സംസാരിച്ച സദ്ഗുണങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഉണ്ടോ? അതിഥി പറയോ ഏതെങ്കിലും ഒരു പോയിന്റ് അതിഥിക്ക് ഓർമ്മയുള്ളത്? നമ്മൾ എത്ര സദ്ഗുണങ്ങള് ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ ഇതിനു മുമ്പ്? 5 എണ്ണം പറഞ്ഞായിരുന്നു. 5-ൽ ഏതെങ്കിലും ഒരെണ്ണം? കൈൻഡ്നെസ്. വെരി ഗുഡ്. പറയൂ. ഡിറ്റർമിനേഷൻ. കൈൻഡ്നെസ് ഉണ്ട്, ഡിറ്റർമിനേഷൻ. പിന്നെ ആരോടെയാണ് ഡിറ്റർമിനേഷൻ? ഹ്യൂമിലിറ്റി പഠിച്ചു. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് കേൾക്കാം. ആദ്യം നമ്മൾ ഡിറ്റർമിനേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഡിറ്റർമിനേഷനിൽ നമ്മൾ ഒരു സ്പാരോയുടെ കഥ കേട്ടായിരുന്നു അല്ലെ? ഒരു സ്പാരോയും പിന്നെ ഭഗീരഥ എങ്ങനെയാണ് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് നമ്മൾ അതിൽ കേട്ടത്. രണ്ടാമത് സ്പിരിച്വൽ വിഷൻ, അല്ലെ ലോർഡ് ശിവയുടെ പാസ് ടൈമും രാന്തി ദേവ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫുഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും കേട്ടായിരുന്നു. മൂന്നാമത് കൈൻഡ്നെസ്, കിങ് ദിലീപിനെ കുറിച്ചും ശിബി മഹാരാജിനെ കുറിച്ചും നമ്മൾ കേട്ടായിരുന്നു. പിന്നെ നോൺ വയലൻസ്, എങ്ങനെയാണ് ആ ഒരു പാമ്പ് അറ്റാക്ക് ചെയ്യാതിരുന്ന സമയത്ത് എല്ലാരും പാമ്പിനെ പോയി ഹേർട്ട് ചെയ്യില്ല, ഓർമ്മയുണ്ടോ ആ സ്റ്റോറി? പിന്നെ ഹ്യൂമിലിറ്റി, നമ്മൾ എങ്ങനെ എത്ര ഹംബിൾ ആയിട്ട് ഇരിക്കണം എന്നുള്ള ഹ്യൂമിലിറ്റി. ഇന്ന് നമ്മള് കേൾക്കാൻ പോകുന്നത് സർവീസ് ടു അവർ ടീച്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിവ് പകർന്നു തരുന്ന നമ്മുടെ ഗുരുവിന്റെ അടുത്ത്, നമ്മുടെ ടീച്ചേഴ്സിന്റെ അടുത്ത്, നമ്മുടെ പേരൻസിന്റെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ റെസ്പെക്ട്ഫുള്ളി അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, എങ്ങനെ അവരെ സെർവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ആ ശ്ലോകം നമുക്ക് ഹരേ കൃഷ്ണ പ്രണമ്യ. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകം പറയാം. അപ്പൊ ഞാൻ ഓരോ വേർഡ്സ് പറയാം, കൂടെ പറയണേ. തദ് വിദ്ധി प्रणिपातेन तत् विधि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानम् उपदेश्यन्ति ते ज्ञानम् ज्ञानिनः तत्त्वदर्शिनः ज्ञानिनः तत्त्वदर्शिनः तद्विद्धि प्रणिपातेन तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया
പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ ജ്ഞാനിനസ്തത്വദർശിനഃ. ആർക്കെങ്കിലും പറയണോ ശ്ലോകം? ആര് പറയും? അതിഥി ട്രൈ ചെയ്യുന്നോ? ഞാൻ പറയാം, കൂടെ പറയോ? ഞാൻ ഓരോ ലൈൻ പറയാമേ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. താങ്ക് യു. പ്രണമ്യ ട്രൈ ചെയ്യുന്നോ? പറയോ? ഞാൻ പറയട്ടെ, കൂടെ പറയോ? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ഉപദേക്ഷ്യന്തി ജ്ഞാനിനസ്തത്വദർശിനഃ. താങ്ക് യു. ആദിദേവ് പറയുന്ന മോനെ. ഞാൻ പറയട്ടെ, കൂടെ പറയോ? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ശുഭാംഗി പറയുന്നു. താങ്ക് യു അതിദേവ്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. താങ്ക് യു ശുഭാംഗി. പറയാം, പവിത്രൻ കിഷോരി പറയുന്നോ? ഒരുമിച്ച് പറയും. തദ്വിധി പ്രണിപാതേന തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. താങ്ക് യു. ജ്ഞാനിനസ്തത്വദർശിനഃ. ഈ ശ്ലോകത്തില് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്, നമുക്കിപ്പം നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ. അപ്പം നമ്മൾ പുതിയൊരു കാര്യം എങ്ങനെയാണ് പഠിക്കുന്നത്? സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ടീച്ചർ അല്ലെ, അറിവുള്ള ഒരാള് നമുക്ക് പറഞ്ഞു തരും. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോംഡ് ആയിട്ടുള്ള ഒരാളും അതിനെക്കുറിച്ച് നല്ലപോലെ അറിവുള്ള ഒരാൾ പറഞ്ഞു തരുന്നത് വഴിയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിലും ഭഗവാനെ കുറിച്ച് പഠിക്കണമെങ്കിലും ഭഗവാനെ കുറിച്ച് നല്ലപോലെ അറിവുള്ള ഭഗവാന്റെ റെപ്രസെന്റേറ്റീവായ ഭഗവാനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഗുരുവാണ്. അപ്പൊ ആ ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങള് നമുക്കത് പഠിക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ പഠിക്കാൻ പറ്റും? നമ്മള് സബ്മിസീവ് ആയിട്ട്, ഹമ്പിൾ ആയിട്ട് ഗുരു പറയുന്നത് കേൾക്കണം. ഗുരു പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ നമ്മള് വിനയത്തോടു കൂടി ഹമ്പിളായിട്ട് നമ്മൾ ഗുരുവിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. അങ്ങനെ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പൊ ഭഗവത്ഗീതയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. 4th ചാപ്റ്ററിലെ 34th ശ്ലോകമാണ്. അപ്പൊ നമുക്ക് പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഈ ശ്ലോകം കാണാതെ പഠിക്കാം. ഈ വരും ആഴ്ചകളിലൊക്കെ നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് ഇത് പഠിക്കാം. ഭഗവത്ഗീതയിലെ ഒരു ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്. അപ്പൊ ഈ എങ്ങനെയാണ് നമ്മൾ ഗുരുവിന്റെ അടുത്ത് സബ്മിസീവ് ആയിട്ട് പോയി ഭഗവാനെ കുറിച്ച് അറിവ് നേടേണ്ടതെന്ന് എക്സാമ്പിൾ ഭഗവാൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
ആദ്യത്തെ സ്റ്റോറി. ഭഗവാന്റെ ഗുരു ആരാന്ന് അറിയാമോ? ഭഗവാന്റെ ഗുരുവിന്റെ പേര്? ആ, വെരി ഗുഡ്, സാന്ദീപനി മുനി. അപ്പൊ സാന്ദീപനി മുനിയുടെ അടുത്ത് ഭഗവാനെ ബലരാമനെയും ഭഗവാന്റെ അച്ഛനായ വസുദേവര് പഠിക്കാനായിട്ട് സാന്ദീപനി മുനിയുടെ ആശ്രമത്തില് വിടും. അവന്തിപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സാന്ദീപനി മുനിയുടെ അടുത്ത് നിന്ന് അറിവ് നേടാനായിട്ട് ഭഗവാനെ കൃഷ്ണനെയും ബലരാമനെയും വസുദേവര് കൊണ്ടുവിടുന്നത്. അപ്പൊ നേരത്തെ ഭഗവാൻ വിദ്യ അഭ്യസിക്കാനായി ഗുരുവിന്റെ അടുത്ത് പോയ സമയത്ത് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അപ്പൊ ഈ മക്കളെ ഗുരുകുലത്തിൽ കൊണ്ടുവിടും. പിന്നെ അവര് ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് തിരിച്ച് അച്ഛന്റെ അമ്മയുടെ അടുത്ത് വരുന്നത്. അപ്പം കൃഷ്ണൻ ആരാണ്? ഭഗവാനാണ് അല്ലെ? കൃഷ്ണൻ ഭഗവാനാണ്. ഭഗവാനാണെങ്കിലും ഭഗവാന് ഗുരുകുലത്തിൽ പോയി അറിവ് നേടേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു എക്സാമ്പിൾ, നമ്മൾ പഠിക്കാനായിട്ടും നമുക്ക് എങ്ങനെയാണ് നമ്മൾ വിദ്യ അഭ്യസിക്കേണ്ടതെന്ന് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഭഗവാൻ അങ്ങനെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് ആശ്രമത്തിൽ പോയി താമസിക്കുന്ന ശിഷ്യന്മാര് അവർക്ക് ഗുരു വിദ്യ പറഞ്ഞു കൊടുക്കും. അതിനു പുറമെ അവര് ഗുരുവിന്റെ സേവനം ചെയ്ത് അവിടെ താമസിക്കും ആ ആശ്രമത്തില്. അപ്പൊ സാന്ദീപനി മുനി ഭഗവാനും ബലരാമനും മറ്റ് കുട്ടികൾക്കുമായിട്ട് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഭഗവാൻ എത്ര ദിവസത്തിൽ പഠിച്ചു തീർന്നു എന്ന് അറിയാമോ? പറയൂ, അതിഥി പറയൂ. ഒരു ദിവസം. ഒരു ദിവസം പോലും ഇല്ല. 7 ഡേയ്സ്. ഗസ് ചെയ്യുന്നത് 7 ഡേയ്സ് എന്നാണ് അല്ലേ? ഓക്കെ, പറയാം. ആദിദേവന് ഗസ് ചെയ്യാനോ? ഏതെങ്കിലും ഒരു നമ്പർ എത്ര ഡേയ്സിൽ ഭഗവാൻ, എത്ര ദിവസത്തിലായിരിക്കും ഭഗവാൻ പഠിച്ചു തീർന്നത്? 4 days. 4 ഡേയ്സ്. ഓക്കെ. പ്രണമ്യ? നിങ്ങൾ എത്ര ഡേയ്സ് എന്നാണ് പറയുന്നത്? 0. ഭഗവാൻ 64 ഡേയ്സിലാണ് പഠിച്ചത്. 64 ഡേയ്സിൽ എന്തൊക്കെ പഠിച്ചു? 64 ആർട്സ് പഠിച്ചു. ആർട്സ്, അതില് പാട്ട്, മാജിക്, പക്ഷികളുടെ മൃഗങ്ങളുടെ ഒക്കെ ലാംഗ്വേജും ഭഗവാന് സംസാരിക്കാൻ അറിയാം. ഇപ്പൊ തത്തയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് മനസ്സിലാവും, എന്താണ് തത്ത സംസാരിക്കുന്നത് മറ്റു തത്തയോട്. അപ്പൊ അങ്ങനെ ഈ 64 ട്രഡീഷണൽ ആർട്സും 64 ദിവസം കൊണ്ട് ഭഗവാൻ പഠിച്ചു. അപ്പൊ അവിടെ ഭഗവാൻ ഒരു നല്ല, ഇപ്പം അതിഥിക്ക് സ്കൂളിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? അതിഥിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താണ്? അദ്വിക. അതിദേവിനോ ഇപ്പൊ പുതിയ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയോ? ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ? ഓക്കെ. അപ്പം ഭഗവാനും അവിടെ ഉണ്ടാ? ഓക്കെ. എല്ലാവർക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ ഭഗവാൻ സ്കൂളിൽ പോയപ്പോ ഭഗവാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. എന്താണ് പേരെന്ന് അറിയാമോ? സുദാമ. അപ്പൊ സുദാമയും ഭഗവാനും കൂടെ ഈ വേദങ്ങളെല്ലാം, ഗുരു പഠിപ്പിച്ചു തരുന്ന എല്ലാ അറിവും നല്ല രീതിയിൽ പഠിച്ച് അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം സാന്ദീപനി മുനിയുടെ ഭാര്യ കൃഷ്ണനെയും സുദാമയെയും വിളിച്ചിട്ട് പറഞ്ഞു, അടുപ്പ് വിറക് വേണം കുറച്ച് അവിടെ, ഇതിനു വേണ്ടിയിട്ട് തീ കത്തിക്കാൻ. എന്തിനാണ്? അവിടെ എന്ത് ചെയ്യും? അവിടെ സാക്രിഫൈസസ് ചെയ്യും, യജ്ഞം അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ അമ്പലത്തില് നരസിംഹ യജ്ഞം ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിൽ നമ്മൾ തീ കത്തിക്കില്ലേ? അതിന് നമുക്ക് എന്ത് വേണം? തടി വേണം, എന്തെങ്കിലും ഇട്ടല്ലേ നമ്മൾ കത്തിക്കുന്നത്. അപ്പൊ അത് വെച്ച് കത്തിക്കും നമ്മള്. അപ്പൊ ആ തടി വേണം. അത് എവിടുന്ന് കിട്ടും? കാട്ടിലാണ് കിട്ടുന്നത്. അപ്പം ഭഗവാനും സുദാമയും കൂടെ കാട്ടിലേക്ക് പോയി. കാട്ടില് ഒരുപാട് ഉണങ്ങിയ മരക്കഷ്ണങ്ങളുണ്ട്, അതെല്ലാം വെച്ചാണ് കത്തിക്കുന്നത്. അപ്പൊ അത് എടുക്കാനായിട്ട് ഭഗവാനും സുദാമയും കൂടെ പോയി. അവിടെ ചെന്ന സമയത്ത് ഇപ്പൊ നമ്മള് കുറച്ചു നാളായിട്ട് കാണുന്നില്ലേ, നമ്മുടെ അവിടെയൊക്കെ ഒരുപാട് മഴയും കാറ്റും അല്ലെ? കുറെ ദിവസമായിട്ട് ഭയങ്കര കാറ്റും മഴയൊക്കെ ഇല്ല. അതേപോലെ ഭഗവാൻ ഈ കാട്ടിൽ പോയ സമയത്ത് അവിടെ ഭയങ്കര മഴ പെയ്യും. അപ്പൊ ആ മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇടിയും മിന്നലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വിറകെല്ലാം നനയില്ലേ? ഭഗവാനും സുദാമയും കൂടെ അവിടെ എന്ത് ചെയ്തു?
അവരുടെ വഴിയും തെറ്റിപ്പോയി. കാരണം ഇരുട്ടായി പോയി, പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായിട്ട് അവർക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവര് രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ, അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ പിടിച്ച് ആ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ ഇനി തിരിച്ചവർക്ക് ആശ്രമത്തിൽ എത്തണം, വിറകെല്ലാം കളക്ട് ചെയ്തു, ഇനി അത് തിരിച്ച് ആശ്രമത്തിൽ കൊണ്ടെത്തിക്കണം. അപ്പൊ അവര് വഴി തെറ്റി അവിടെ ഇങ്ങനെ കാട്ടിലൂടെ നടന്ന സമയത്ത് ഗുരുകുലത്തില് സാന്ദീപനി മുനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം മുനിയുടെ 2 ശിഷ്യന്മാരാണ് ഇപ്പൊ പോയിരിക്കുന്നത്. മുനി കാണുന്നുണ്ട് കൊടുങ്കാറ്റും മഴയാണ്, ഇപ്പൊ എങ്ങനെ അവര് തിരിച്ചു വരും, അവരെന്ത് അവസ്ഥയിലായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അവരുടെ ഗുരു ഭയങ്കര ആങ്സൈറ്റിയില് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കൊടുങ്കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കണ്ട് അദ്ദേഹത്തിന് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, കാട്ടിലോട്ട് പോയി അന്വേഷിക്കാൻ പറ്റുന്നില്ല. നടുക്ക് മൊത്തം നദി കര കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകുകയും വെള്ളമൊക്കെയാണ്. അടുത്ത എത്രയും പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ച ഉടനെ സാന്ദീപനി മുനി കൃഷ്ണനെയും സുദാമയും അന്വേഷിച്ചു പോയി. ചെന്ന സമയത്ത് കാട്ടിൽ അവരെ രണ്ടുപേരെയും കണ്ടുകിട്ടി. അപ്പൊ സാന്ദീപനി മുനിക്ക് അവരുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നി. അദ്ദേഹം പറഞ്ഞു, ശരിക്കും എനിക്ക് വേണ്ടി ഇത്രയും അധികം കഷ്ടപ്പാട് നിങ്ങൾ രണ്ടുപേരും സഹിച്ചു. നിങ്ങള് ആ തടി എടുത്തോണ്ട് വരാൻ പറഞ്ഞ ആ ഒരു സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മഴ നനഞ്ഞും ഇത്രയും ബുദ്ധിമുട്ടിയും ആ സേവ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇത് ശരിക്കും സബ്മിസീവ് ആയിട്ടും ഒബീഡിയന്റ് ആയിട്ട് ഒരു ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. ഇത്രയും നല്ല രീതിയിൽ സേവനം ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഗുരു അവരെ രണ്ടുപേരെയും ബ്ലെസ് ചെയ്യും. എന്താണ് ബ്ലെസ് ചെയ്യുന്നത്? നിങ്ങൾ ഈ പഠിച്ച അറിവൊന്നും ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ എന്ന് ബ്ലെസ് ചെയ്യും. സുദാമയും കൃഷ്ണനും ഭഗവാനും സുദാമയും ഈ ബ്ലെസ്സിങ്സ് കിട്ടി ഒരുപാട് സന്തോഷമായിട്ട് അവിടെ ഗുരുവിന്റെ സേവനം തുടരും. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? ഗുരു പറയുന്ന കേൾക്കണം. അല്ല, ഗുരു പറയുന്നത് ഗുരു പറയുന്നത് പോലെ സബ്മിസീവ് ആയിട്ട് കേട്ട് അത് ആ സേവനം നമ്മൾ ചെയ്യുമ്പോൾ ഗുരുവിന്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടും. ഗുരുവിന്റെ ബ്ലെസ്സിങ് കിട്ടിയാലാണ് നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടുള്ളൂ. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് നമുക്ക് ഗുരുവിന്റെ ബ്ലെസ്സിങ്സ് ആവശ്യമാണ്. അത് നമുക്ക് എങ്ങനെ കിട്ടും? സബ്മിസീവ് ആയിട്ട് ഗുരു പറയുന്ന കാര്യങ്ങൾ കേട്ട് ഗുരുവിനെ സെർവ് ചെയ്യണം. മനസ്സിലായോ? ഇനി ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട്, അത് നിന്ന് കേൾക്കണം. അത് നമുക്ക് കൺഫ്യൂസിങ് ആവോ? ഇനി അടുത്ത സ്റ്റോറി കൂടെ കേൾക്കണോ? അതോ കേൾക്കണോ? ശരി. ഉപമന്യു എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണനെ കുറിച്ചാണ് അടുത്ത സ്റ്റോറി. ഉപമന്യുവിന്റെ സ്റ്റോറിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഉപമന്യുവിന്റെ വിശപ്പിനെ കുറിച്ച്. ധൗമ്യ എന്ന് പറഞ്ഞ ഒരു ഋഷി ഉണ്ടായിരുന്നു. അദ്ദേഹം പാണ്ഡവരുടെ പ്രീസ്റ്റ് ആണ്. അദ്ദേഹത്തിന് നല്ലൊരു ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ ഉപമന്യു എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണനും ഉണ്ടായിരുന്നു. ഉപമന്യു ഒരു പാവം ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന് ഈ ഗുരുവിന്റെ ക്ലാസ്സുകളിലൊക്കെ വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നെങ്കിലും അദ്ദേഹം മറ്റെല്ലാ സേവനവും ഗുരുവിന് ചെയ്യുമായിരുന്നു. ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിയാക്കും ഉപമന്യുവിനെ. ഉപമന്യുവിന് ഈ പഠിക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കും. അല്ല, നമ്മളും കണ്ടിട്ടില്ലേ? ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ പോകുമ്പോഴോ അല്ല മറ്റു സ്ഥലം, ഇപ്പൊ ഒരാൾക്ക് ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോ മറ്റുള്ളവർ കളിയാക്കും നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതേപോലെ ഈ ഉപമന്യുവിനെ ബാക്കി ഫ്രണ്ട്സ് എല്ലാം കൂടെ കളിയാക്കും എപ്പോഴും. നിനക്കൊന്നും പഠിച്ചാൽ മനസ്സിലാവില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ധൗമ്യ മുനിക്ക് ഉപമന്യുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഉപമന്യുവിനോട് നല്ല സ്നേഹം വാത്സല്യം ഉണ്ടായിരുന്നു. ഉപമന്യുവിന് ഒരുപാട് പഠിക്കാനുള്ള കഴിവില്ലെങ്കിലും ഉപമന്യു ഒബീഡിയന്റ് ആയിട്ട് ഗുരുവിനെ സെർവ് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹത്തിന് നല്ലപോലെ അറിയായിരുന്നു. അതുകൊണ്ട് എന്നും പശുവിനെ മേയ്ക്കാനായിട്ടുള്ള സേവ ഉപമന്യുവിന് കൊടുത്തിരുന്നു. ആര് കൊടുത്തു? ഏത് മുനി കൊടുത്തു സേവ? ധൗമ്യൻ. ആ സമയത്ത് എല്ലാ ദിവസവും ഉപമന്യു എന്ത് ചെയ്യും? ഈ പശുക്കളെ കാട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടം പോലെ പുല്ലും ഒക്കെ കഴിപ്പിച്ച് അവരെ തിരിച്ച് കൊണ്ടുവരും. അപ്പൊ ഈ സമയത്തെല്ലാം മറ്റുള്ള ഫ്രണ്ട്സ് എപ്പോഴും ഉപമന്യുവിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം ഈ ധൗമ്യ മുനി ഉപമന്യുവിന് ഒരു ടെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഉപമന്യുവിനെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? മുനിക്ക് അറിയാം ഉപമന്യുവിന്റെ സർവീസ് ആറ്റിറ്റ്യൂഡ്, ഉപമന്യു എന്ത് നല്ല കുട്ടിയാണ്, എന്ത് ഒബീഡിയന്റ് ആണെന്ന് മുനിക്ക് അറിയാം.
പക്ഷെ മറ്റു കുട്ടികൾക്ക് അത് മനസ്സിലാവാത്തോണ്ടല്ലേ ഉപമന്യുവിനെ കളിയാക്കുന്നത്. അപ്പൊ മറ്റു കുട്ടികൾക്ക് ഉപമന്യുവിന്റെ സിൻസിയറിറ്റിയെ കുറിച്ചൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് കൊടുക്കും. ഉപമന്യുവിനെ അടുത്ത് വിളിച്ചിട്ട് പറയും, ഉപമന്യു നീ നല്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നല്ലോ, നീ എന്താ കഴിക്കുന്നത് എന്ന് ചോദിക്കും. ഉപമന്യു പറഞ്ഞു, എന്നും ഞാൻ പോയി പണ്ടുള്ള സമയത്തൊക്കെ നമ്മള് ഈ ഗുരുകുലത്തിലും അല്ലെങ്കിൽ ഈ ബ്രാഹ്മണർ എന്ത് ചെയ്യും, മറ്റ് ഡിവോട്ടീസിന്റെ വീട്ടിൽ പോയിട്ട് അവര് അവിടുന്ന് കിട്ടുന്ന അരി അങ്ങനെയുള്ള മധുകരി എന്ന് പറയും. അപ്പൊ ആ കിട്ടുന്ന അരി കൊണ്ടുവന്നാണ് ചോറ് വെച്ച് അങ്ങനെയാണ് കഴിക്കുന്നത്. ഉപമന്യു പറയും, ഞാൻ പോയി ഇങ്ങനെ ഡിവോട്ടീസിന്റെ വീട്ടിൽ നിന്ന് കിട്ടും അങ്ങനത്തെ അന്നം, അത് കൊണ്ടുവന്ന് ആണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയും. അപ്പം ധൗമ്യ മുനി പറയും, ശരി ഇനിയും തൊട്ട് ഇങ്ങനെ കിട്ടുന്ന ആ ഫുഡ് നീ എനിക്ക് കൊണ്ടുവരണം, നീ കഴിക്കരുത് എന്ന് പറയും. ഉപമന്യു പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അനുസരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കിയിട്ട് ഉപമന്യു അതേപോലെ ആരോഗ്യമായിട്ടിരിക്കുന്നു, ആഹാരം കഴിക്കാതിരുന്നിട്ടും അങ്ങനെ ഇരിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ധൗമ്യ മുനി പിന്നെ വിളിച്ചു ചോദിക്കും, നീ എന്താണ് ഇപ്പൊ കഴിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം ഉപമന്യു എന്തു പറയും, ആദ്യം കിട്ടുന്ന ആഹാരമെല്ലാം ഞാൻ അങ്ങേക്ക് കൊണ്ടുതരും, രണ്ടാമത് ഒരു റൗണ്ടും കൂടെ ഞാൻ പോകുന്നുണ്ട്, ആ കിട്ടുന്ന ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയും. അപ്പൊ മുനി പറയും, ശരി അപ്പൊ ഈ രണ്ടാമത് കിട്ടുന്നത് എനിക്ക് തന്നെ തരണം, നീ അതും കഴിക്കണ്ട, രണ്ടാമത് നീ ബെഗ് ചെയ്യുന്ന സമയത്ത് എന്താണോ കിട്ടുന്നത് അത് എനിക്ക് തന്നെ തരണം എന്ന് പറയും. അപ്പൊ ഉപമന്യു അതും ശരി ഞാൻ അതും തരാം. അപ്പൊ വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഉപമന്യു ഒട്ടും ക്ഷീണിക്കുന്നില്ല, അങ്ങനെ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അപ്പൊ വീണ്ടും മുനി വിളിച്ചിട്ട് പറയും, ഇപ്പൊ നീ എന്താ കഴിക്കുന്നത്? ഉപമന്യുവിന്റെ സേവ എന്താണ് ഓർമ്മയുണ്ടോ? ഉപമന്യു എന്ത് സർവീസ് ആണ് ഗുരു കൊടുത്തത്? പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോകും. അപ്പൊ ആ പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോയിട്ട് പശുവിനെ കറക്കുന്ന പാലാണ് ഞാൻ കുടിക്കുന്നത് എന്ന് പറയും. അപ്പൊ പറയും, ഇനി എന്നാ എന്റെ അനുവാദം ഇല്ലാതെ പാലും നീ കുടിക്കണ്ട. അപ്പൊ പാലും കുടിക്കാതെ ആയിട്ടും ഉപമന്യു നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അപ്പം വീണ്ടും ഗുരു വിളിച്ചു ചോദിക്കും, ഇനിയിപ്പൊ നീ എന്താണ് കഴിക്കുന്നത്? ആ സമയത്ത് ഉപമന്യു പറയും, ഞാന് പശുവിന്റെ കന്നുകുട്ടി കുടിച്ചതിന് ശേഷം വരുന്ന പത അതാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ ഗുരു പറയും, അതും നീ കഴിക്കണ്ട എന്ന് പറയും. ഉപമന്യു ശരി അതും സമ്മതിച്ച് ഒരു ദിവസം പശുവിനെ മേയ്ക്കാനായിട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിശക്കുന്നു. കുറെ ദിവസമായില്ലേ കഴിക്കുന്നില്ലല്ലോ ഉപമന്യുവിനെ നല്ലപോലെ വിശക്കുന്നു. ഉപമന്യു അടുത്ത് നിന്ന് ഒരു ഇല എടുത്ത് കഴിച്ചു. ആ ഇല ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു ഇലയായിരുന്നു, അത് കഴിച്ചാൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അപ്പം ഇനി ഉപമന്യുവിന് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ എല്ലാരും ഒന്ന് കണ്ണടയ്ക്കോ? കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പെട്ടെന്ന് നടന്നു പോകാൻ പറ്റുമോ? ഇല്ല. ഇനി ഉപമന്യു കണ്ണ് കാണാൻ പറ്റാത്ത ഉപമന്യു എങ്ങനെ തിരിച്ച് ആശ്രമത്തിലെത്തും? ഇനി കണ്ണ് തുറന്നു, ഇനി തിരിച്ച് എങ്ങനെ ആശ്രമത്തിലെത്തും? ഉപമന്യുവിന് വഴി അറിഞ്ഞൂടാ. നടന്ന് ഉപമന്യു അടുത്തുണ്ടായിരുന്ന ഒരു കിണറ്റില് വീണുപോയി. ആ സമയത്ത് ധൗമ്യ മുനി അവിടെ ഇരുന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഉപമന്യു ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ, സന്ധ്യയായി, എവിടെ പോയി? മറ്റു കുട്ടികളെയും ചേർത്ത് അദ്ദേഹം അന്വേഷിച്ചു പോകും. ഉപമന്യു എന്ന് വിളിക്കും. അപ്പൊ ഒരു സ്ഥലം എത്തിയപ്പോ ഉപമന്യു എവിടുന്നോ ഒരു ശബ്ദം കേൾക്കാം. അപ്പൊ എവിടെയാ ഉപമന്യു? നിന്റെ ശബ്ദം മാത്രമേ കേൾക്കാവൂ എന്ന് പറയുമ്പം ഞാൻ അടുത്തുള്ളൊരു എനിക്ക് എവിടെയാണെന്ന് അറിയുന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗുരുവിന് മനസ്സിലാവും ഉപമന്യു ഏതോ വിഷച്ചെടിയോ എന്തോ കഴിഞ്ഞാൽ എന്തോ കാരണം കൊണ്ട് ഉപമന്യുവിന് കാഴ്ചയില്ല, കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവും. കാരണം അടുത്തുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഉപമന്യുവിന്റെ അടുത്ത് ഗുരു പറയും, അശ്വിനി കുമാരന്മാരെ പ്രാർത്ഥിക്കാൻ പറയും. അവരാണ് ദേവതകളുടെ ഡോക്ടേഴ്സ്. ദേവതകളുടെ ഡോക്ടേഴ്സിന്റെ പേര് അശ്വിനി കുമാരന്മാരാണ്. അപ്പൊ അവരോട്, ദേവതകളിലെ ഡോക്ടേഴ്സ് ആണ്, അപ്പൊ അവരോട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം ഉപമന്യു അവരുടെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പം പ്ലീസ്ഡ് ആയിട്ട് അശ്വിനി കുമാരന്മാര് പ്രത്യക്ഷപ്പെടും. അവരൊരു മരുന്ന് കൊടുക്കും ഉപമന്യു. ഉപമന്യു അത് വാങ്ങിക്കില്ല. ഉപമന്യു പറയും, എന്റെ ഗുരു പറഞ്ഞു, ഗുരുവിന്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും കഴിക്കരുത്, അതുകൊണ്ട് ഈ മരുന്ന് ഞാൻ കഴിക്കുന്നില്ല എന്ന്. അശ്വിനി കുമാരന്മാര് പറയും, ഇത് നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, ഇത് കഴിച്ചാലേ നിനക്ക് കാഴ്ച കിട്ടുള്ളൂ, അതുകൊണ്ട് നീ കഴിക്കേ. എന്നാലും ഉപമന്യു കഴിക്കില്ല. ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉപമന്യുവിന്റെ കണ്ണ് കാണാതായി പോയ ഒരു അവസ്ഥയെ പോലും ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ തയ്യാറായതുകൊണ്ട് അശ്വിനി കുമാരന്മാർക്ക് ഉപമന്യുവിന്റെ ഡിറ്റർമിനേഷനെ കുറിച്ച് ബോധ്യമായിട്ട് അവര് ബ്ലസ് ചെയ്യും. അവരുടെ
പവർ കാരണം, അവര് ബ്ലസ് ചെയ്തത് കാരണം ഉപമന്യുവിന് കാഴ്ച തിരിച്ചു കിട്ടും. അപ്പൊ ധൗമ്യ മുനി ഇത് വെളിയിൽ നിന്ന് അദ്ദേഹം കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം ഉപമന്യുവിന് കൊടുത്ത ടെസ്റ്റ് ഉപമന്യു പാസ്സായി, ഫുൾ മാർക്കോടെ പാസ്സായി. അങ്ങനെ ധൗമ്യ ഋഷിക്ക് ശരിക്കും ഉപമന്യുവിനെ കഷ്ടപ്പെടുത്തണം എന്ന് ഒരാഗ്രഹവും ഇല്ല. പക്ഷെ എങ്ങനെയാണോ ഒരു അച്ഛൻ സ്നേഹത്തോടെ മകനെ ടെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ഞാൻ മറ്റു ആൾക്കാര് ഉപമന്യുവിനെ കളിയാക്കുന്നത് കാരണം അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് കൊടുക്കുന്നത് ഉപമന്യുവിന്. അപ്പം ഒരു ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ എത്രയും സിൻസിയർ ആയിട്ട് ഗുരുവിനെ സെർവ് ചെയ്യണം എന്നുള്ളത് ഉപമന്യുവിന് കൊടുത്ത ഈ ടെസ്റ്റ് വഴി ഗുരു പ്രൂവ് ചെയ്ത് കൊടുക്കും മറ്റു കുട്ടികൾക്കും. എന്നിട്ട് ഉപമന്യുവിന് ശരിക്കും പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. ഈ ഗുരു ബ്ലസ് ചെയ്യും. ഇനി ബുക്ക് ഒരു തവണ പോലും വായിക്കാതെ പോലും, അല്ലെങ്കിൽ ഒരു വാക്ക് പോലും വായിക്കാതെ നിനക്ക് എല്ലാ വേദങ്ങളിലെയും അറിവ് കിട്ടട്ടെ. അത് കൊള്ളാം അല്ലേ ആ ബ്ലെസ്സിങ്? ബുക്കൊന്നും തുറന്ന് നമുക്ക് പഠിക്കേണ്ട, എല്ലാ അറിവും നമുക്ക് കിട്ടും. പക്ഷെ അത് എങ്ങനെ കിട്ടി ഉപമന്യുവിന്? ഉപമന്യു ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഉപമന്യുവിന് എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ ഗുരു പറഞ്ഞ എല്ലാം ഉപമന്യു ഫോളോ ചെയ്തു. ഉപമന്യുവിന് ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മറന്ന് അത് ഫോളോ ചെയ്താണ് ഗുരുവിന്റെ ഈ ബ്ലെസ്സിങ് കിട്ടിയത്. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു 2 സ്റ്റോറീസും നമ്മൾ പഠിക്കുന്ന നമ്മുടെ ഗുരുവിനെ, നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ സെർവ് ചെയ്യുന്നതിന്റെയും അവരെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെയും അവർ പറയുന്ന ഫോളോ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അപ്പം ഭഗവാനാണ് നമുക്ക് ഭഗവത്ഗീത എല്ലാം പറഞ്ഞു തന്നത്. എങ്കിലും ഈ മെറ്റീരിയൽ വേൾഡിൽ വന്ന സമയത്ത് ഭഗവാൻ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നല്ലേ. ഒരു ശിഷ്യനായിട്ട് ഒരു ഗുരുവിന്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ ഗുരു പറയുന്ന ഫോളോ ചെയ്യണം എന്നുള്ള എക്സാമ്പിൾ കാണിച്ചു തന്നു. ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ഭഗവാൻ ഇല്ലെങ്കിൽ പോലും ആ ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്ത് ഇതെല്ലാം നമുക്ക് ഈ എക്സാമ്പിൾ കാണിച്ചു തരികയാണ് നേരത്തെ സ്റ്റോറിയിൽ. എല്ലാവർക്കും മനസ്സിലായോ 2 സ്റ്റോറി? മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ പറയാം. ഇന്ന് പഠിച്ച ശ്ലോകം ഒന്നുകൂടെ പറയാം. പറയണേ, എല്ലാരും കൂടെ പറയണേ. ഞാൻ ഒരിക്കൽ പറയാം, കൂടെ പറയണേ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ വിവേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഇനി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ ആയിരുന്നോ? ക്ലിയർ ആയിരുന്നോ? സ്റ്റോറി ക്ലിയർ ആയിരുന്നോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു ശ്ലോകവും പുതിയൊരു സ്റ്റോറിയും കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ആദിദേവ്. ഹരേ കൃഷ്ണ. പ്രണമ്യ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാജി ഡിസ്കണക്ട് ചെയ്തേക്കിട്ടോ. എന്റെ ക്ലാസ്